വാർത്തകൾ വിശദമായി. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുന്നു. മോശം കാലാവസ്ഥ തെരച്ചിലിന് വെല്ലുവിളിയാണെന്ന് സൈന്യം അറിയിച്ചു. കൂടുതൽ സൈനികർ തെരച്ചിലിനായി ധരാലിയിൽ എത്തി. അപകടത്തിൽ 28 മലയാളികളും കുടുങ്ങി. മുംബൈയിൽ നിന്നും തീർത്ഥാടനത്തിന് പോയവരാണ് കുടുങ്ങിയത്. ഇതിൽ 8 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. വിവരങ്ങളുമായി രഞ്ജിൽ ചേരുന്നുണ്ട്. രഞ്ജിൽ, നിലവിൽ മലയാളികൾ കുടുങ്ങി എന്നുള്ള സുപ്രധാനപ്പെട്ട വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. 8 പേരാണ് കുടുങ്ങിയത്. നിലവിൽ 8 പേർ സുരക്ഷിതരാണ്. നിലവിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജുന, ഉത്തരാഖണ്ഡിൽ കുടുങ്ങിപ്പോയവരിൽ മലയാളികളും ഉണ്ട് എന്നുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ മലയാളികൾ ഇപ്പോൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവർ ഉത്തരാഖണ്ഡിലെ ആ ഒരു മിന്നൽ പ്രളയ സമയത്ത് റോഡിൽ കുടുങ്ങിപ്പോയതാണ്. അവർ ഇപ്പോൾ സുരക്ഷിതരാണ്, പക്ഷേ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം അവിടുന്ന് വരാനുള്ള റോഡ് മാർഗമൊക്കെ തന്നെ ഈ പ്രളയത്തിൽ നശിച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. ഈ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് റോഡിൽ മണ്ണും മരങ്ങളും മറ്റും വന്നടിഞ്ഞ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയ ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളെല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിൽ അവർ സുരക്ഷിതരാണ്, പക്ഷേ റോഡിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതിൽ കൊച്ചിയിൽ നിന്നുള്ള 2 പേരുണ്ട്. ഒരു 2 ദമ്പതികൾ, അതായത് കൊച്ചിയിൽ നിന്നുള്ള ദമ്പതികളാണ് കുടുങ്ങിപ്പോയത്. ഇവരുമായി ബന്ധുക്കൾ ഇപ്പോൾ ബന്ധപ്പെട്ടിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവർ സുരക്ഷിതരാണ്, കുഴപ്പമില്ല, പക്ഷേ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും കാണാതായെന്ന് പറയപ്പെട്ടിരുന്ന സൈനികനും ഇപ്പോൾ സുരക്ഷിതരാണ്. സൈനികനെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി കുടുംബവും ബന്ധപ്പെട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ മലയാളികളെ കാണാതെ അല്ലെങ്കിൽ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന ആ ഒരു സംഭവത്തിൽ അവർ സുരക്ഷിതരാണ് എന്നൊരു കാര്യം പുറത്തു വരുന്നുണ്ട്. അത് ആശ്വാസകരമാണ്. എന്നിരുന്നാലും ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും മരണസംഖ്യ ഉയർന്നിട്ടില്ല. 4ൽ നിന്ന് മരണസംഖ്യ ഔദ്യോഗികമായി സ്ഥിരീകരണം വേറെ വന്നിട്ടില്ല. എന്തായാലും 4 പേരെ മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തായി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. NDRF-ഉം SDRF ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളെല്ലാം തന്നെ അവിടെ തെരച്ചിൽ നടത്തുകയാണ്. ബാക്കി അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയവരുടെ അവസ്ഥ, അവർ എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും അവിടെ ഒരു രക്ഷാപ്രവർത്തനം, തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രളയമുണ്ടായ സമയത്ത് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ആ ഒരു റോഡും ഉൾപ്പെടെയുള്ള ആ ഒരു ഗ്രാമം മൊത്തം, ധരാലി എന്ന ഒരു ഗ്രാമം മൊത്തം ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് റോഡ് മാർഗം എത്താനുള്ള ഒരു സാഹചര്യം ഇല്ല. റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇത്രയും നീളാനുള്ള ഒരു കാരണം. ഈ ഒരു മുഖ്യമന്ത്രി ഈ ഒരു പ്രദേശം സന്ദർശിക്കാൻ എത്തിയപ്പോഴും ഇത് തന്നെയാണ് ആദ്യം വിലയിരുത്തിയത്. കാരണം റോഡ് ഗതാഗതം അങ്ങോട്ട് പോകാൻ സാധിക്കാത്തതാണ് രക്ഷാപ്രവർത്തനത്തെ വലയ്ക്കുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിയായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നത് കാൽനടയായിട്ടായിരുന്നു. സൈനികരൊക്കെ തന്നെ ഈ ഒരു പ്രദേശത്തോട്ട് എത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും നേരം വൈകിയത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം ഏകദേശം ഇതേ നേരത്തോട് അടുക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മിന്നൽ പ്രളയം ഉണ്ടാകുന്നത്. ആദ്യം എല്ലാവരും മേഘവിസ്ഫോടനമാണ് മിന്നൽ പ്രളയത്തിന് കാരണമെന്ന് വിചാരിക്കുമ്പോഴും മേഘവിസ്ഫോടനമല്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു. മേഘവിസ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന ഇന്നലെ അവിടെ അലേർട്ട് ഉണ്ടായി. തീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും 6.5 മില്ലിലിറ്റർ മഴ മാത്രമാണ് പ്രദേശത്ത് ഇന്നലെ പെയ്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതൊരു മേഘവിസ്ഫോടനമാണ് ഈ ഒരു മിന്നൽ പ്രളയത്തിന് കാരണമെന്ന ഒരു വാദം അധികൃതർ അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൽ അവർ എടുത്തു പറയുന്നത് ഈ ഒരു ധരാലി ഗ്രാമത്തിന് മുകൾ വശത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമവാനി തടാകമോ അല്ലെങ്കിൽ ഹിമവാനിയോ തകർന്നതായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത. അല്ലാണ്ട് മേഘവിസ്ഫോടനമല്ല മിന്നൽ പ്രളയം ഉണ്ടാകിയത് എന്ന ഒരു വാദം അധികൃതർ പറയുന്നുണ്ടായിരുന്നു. അതെന്തായാലും വ്യക്തമായിട്ടുണ്ട്. ഹിമവാനിയോ അല്ലെങ്കിൽ ഹിമവാനി തടാകം തകർന്നതാണ് ഇത്തരത്തിലെ ഒരു മിന്നൽ പ്രളയം ഉണ്ടാകാൻ കാരണമായത്. അതാണ് ഇത്തരത്തിൽ വൻ നാശനഷ്ടം വിതച്ചത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. കുറേ കെട്ടിടങ്ങളും ഹോം സ്റ്റേകളും ഉൾപ്പെടെ തകർന്നു പോയി. നിരവധി പേരെ കാണാതായി, നിരവധി പേർ ഓടി രക്ഷപ്പെടുന്ന ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ എത്ര പേരെ കാണാതായി അല്ലെങ്കിൽ എത്ര പേരെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ പ്രദേശത്ത് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുടുങ്ങിക്കിടക്കുന്നവരും അധികൃതരും തമ്മിൽ ബന്ധപ്പെടാനുള്ള ഒരു കാലതാമസം നേരിടുന്നത്. അതെല്ലാം തന്നെ ഇനി വരും മണിക്കൂറിൽ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ മലയാളികൾ ഉൾപ്പെടെ 28-അംഗ സംഘം കുടുങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ അവരെ കാണാതില്ല എന്നുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അവരിപ്പോൾ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ അവർ ബന്ധപ്പെട്ട അധികാരികളുമായി ഫോണിൽ ബന്ധപ്പെട്ടതാണ് ഇത്തരത്തിൽ അവർ സുരക്ഷിതരാണെന്ന് അറിയിക്കാനുള്ള ഒരു
നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ ഇത്തരത്തിൽ ഇന്റർനെറ്റ് സൗകര്യമോ അല്ലെങ്കിൽ ഫോണോ ബന്ധപ്പെടാനുള്ള മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യമൊക്കെ അറിയാനായിട്ട് വൈകുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണ്. NDRFന്റെയും SDRFന്റെയും നേതൃത്വത്തിലുള്ള 211 അംഗ സംഘങ്ങളാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കാൽനടയായിട്ടും മറ്റും ആ ഒരു പ്രദേശത്തോട്ട് എത്താനുള്ള എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട്. നിലവിൽ മരണസംഖ്യ ഔദ്യോഗികമായ സ്ഥിരീകരണം 4 ആണ്. അതിൽ നിന്നും കൂടിയിട്ടില്ല. അതുതന്നെ ഏറെ ആശ്വാസകരമാണ്. ഇത്രയും വലിയൊരു മിന്നൽ പ്രളയം ഉണ്ടായിട്ട് 4 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ആശ്വാസകരമായ പ്രതീക്ഷയുണ്ട്. അവർ സുരക്ഷിതരായിരിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും നിലവിൽ 4 പേർ മരിച്ചതായ റിപ്പോർട്ടുകളുണ്ട് അജുന. തീർച്ചയായും ഉത്തരാഖണ്ഡിലെ ഉത്തരാകാശിയിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ നിലവിൽ തുടരുകയാണ്. മോശം കാലാവസ്ഥ തെരച്ചിലിന് വെല്ലുവിളിയാണെന്നാണ് സൈന്യം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ സൈനികർ തെരച്ചിലിനായി ധരാലിയിൽ എത്തിക്കഴിഞ്ഞു. നിലവിൽ അപകടത്തിൽ 28 മലയാളികളും കുടുങ്ങി. മുംബൈയിൽ നിന്നും തീർത്ഥാടനത്തിന് പോയവരാണ് കുടുങ്ങിയത്. ഇതിൽ 8 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എല്ലാവരും സുരക്ഷിതരാണ്, എന്നാൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, എന്നാൽ പോലും സുരക്ഷിതരാണ് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. രഞ്ജിലാണ് വിവരങ്ങൾ നൽകിയത്.